ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ആദിത്യ ദശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്തുണ്ടാകാനിടയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പാപഗ്രഹദശയിൽ പാപഗ്രഹത്തിൻ്റെ അപകാരകാലത്ത് പൊതുവെ ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരിക. എന്നിരുന്നാലും ദശാപകാരനാഥന്മാരായ ഗ്രഹങ്ങൾക്ക് സ്ഥാനവും ഭാവബലവും ഉണ്ടെങ്കിൽ അവർ ഗുണഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ ശുഭഗ്രഹദശയിൽ ശുഭഗ്രഹങ്ങളുടെ അപകാരകാലങ്ങൾ ശുഭഫലങ്ങളും നൽകും. ശുഭഗ്രഹത്തിൻ്റെ ദശയിൽ പാപഗ്രഹത്തിൻ്റെ അപകാരകാലത്ത് ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളും, എന്നാൽ ഗ്രഹങ്ങളുടെ ബലമനുസരിച്ച് ദോഷഫലങ്ങൾ കുറഞ്ഞുമിരിക്കും. ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങളുടെ ബലാബലമനുസരിച്ച് ഗുണദോഷഫലങ്ങൾ ഏറിയും കുറഞ്ഞുമിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. ഇവിടെ ആദിത്യദശയിലെ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളിൽ നിന്നും സുരക്ഷിതമാകാനും ഗുണഫലങ്ങളെ കൂടുതൽ ഗുണകരമാക്കി മാറ്റാനും കഴിയും. ആദിത്യനെ ഒരു രാജകീയ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. പിതാവ്, കീർത്തി, വിവേകശീലം, ഉദ്യോഗം, ശിരസ്, ആഭരണം, ഗവൺമെൻറ് ഉദ്യോഗം, സസ്യബുക്കുകളായ മൃഗങ്ങൾ എന്നിവയുടെയൊക്കെ മേൽ ആദിത്യന് ആധിപത്യം കൂടുതലാണ്. 6 വർഷക്കാലമാണ് ആദിത്യദശയുടെ ദൈർഘ്യം. എന്നാൽ ആദ്യദശയായി വരുന്ന കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഗർഭശിഷ്ടം ജന്മനക്ഷത്രദശയായ ആദിത്യദശ എത്ര ബാക്കിയുണ്ടോ അതായിരിക്കും അനുഭവത്തിൽ വരിക. മറ്റു നക്ഷത്രക്കാർക്കെല്ലാം ആദിത്യദശ 6 വർഷക്കാലം പൂർണ്ണമായി കിട്ടും. ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യദശയിൽ കീർത്തി, സുഖം, പുത്രലാഭം, പിതൃസൗഖ്യം, ധനലാഭം, സുഖം, ഉദ്യോഗലബ്ധി എന്നീ ഗുണഫലങ്ങളുണ്ടാകും. എന്നാൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആദിത്യദശാകാലത്ത് ഗവൺമെൻറ്റിൽ നിന്നും അധികാരികളിൽ നിന്നും ശിക്ഷണ നടപടി, പിതൃദുഃഖം, മനോവിഷമം, മാനഹാനി, തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, പൊതുജനവിരോധം, രോഗാദി ദുരിതങ്ങൾ, പ്രത്യേകം ചലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ ദശ കഷ്ടനഷ്ടങ്ങൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ ആദിത്യൻ ലഗ്നാധിപനായാൽ ദശാകാലം വളരെ ശോഭനമായിരിക്കും. ആദിത്യദശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും പൊതുവായ അപകാരഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആദിത്യദശയിൽ ആദ്യത്തെ അപകാരം ആദിത്യൻ്റേതാണ്. ഇതിനെ അപകാരം എന്ന് പറയുന്നു. 3 മാസവും 18 ദിവസവുമാണ് ആദിത്യൻ്റെ സ്വാപകാരം. ഇക്കാലയളവിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. ഉന്നത ശ്രേണിയിൽ നിന്നുള്ളവരിൽ നിന്നോ, അധികാരികളിൽ നിന്നോ, വ്യവഹാരങ്ങളിൽ നിന്നോ, മത്സരങ്ങളിൽ നിന്നോ സാമ്പത്തിക ലാഭവും ധനാഭിവൃദ്ധിയും, സഞ്ചാരം, അന്യദേശവാസം, ആയുധങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളും അതുമൂലമുള്ള ദുരിതവും മനോവേദനയും ഈ ഫലങ്ങളുണ്ടാവും. ആദിത്യദശയിൽ ആദിത്യൻ്റെ സ്വാപകാരം കഴിഞ്ഞാൽ അടുത്തത് ചന്ദ്ര അപകാരമാണ്. 6 മാസക്കാലമാണ് ചന്ദ്രാപകാരകാലം. ഇക്കാലയളവിൽ സ്വജനങ്ങളിൽ നിന്നും അംഗീകാരം, ബന്ധുജനങ്ങളിൽ നിന്നും പലവിധത്തിലുള്ള ആനുകൂല്യങ്ങളും, സുഹൃത്തുക്കൾ മുഖേന ധനലാഭം എന്നീ ഗുണഫലങ്ങളും, ത്വക്കുരോഗം, അലർജി മുതലായ രോഗങ്ങളും അനുഭവപ്പെട്ടേക്കാം. ആദിത്യദശയിൽ അടുത്തതായിരുന്നത് കുജാപകാരമാണ്. 4 മാസവും 6 ദിവസവുമാണ് ആദിത്യദശയിൽ കുജാപകാരം അനുഭവത്തിൽ വരിക. ഈ കാലയളവിൽ അധികാരികളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ അംഗീകാരം, സ്വർണം മുതലായ അമൂല്യ വസ്തുക്കളുടെ ലാഭം, വിദേശ സഞ്ചാരം എന്നീ ഗുണഫലങ്ങളും പിത്തസംബന്ധമായ രോഗാദി പീഡകളും ഉണ്ടാവാം. ആദിത്യദശയിൽ അടുത്തതായി വരുന്ന അപകാരം രാഹുവിൻ്റേതാണ്. 10 മാസവും 24 ദിവസവുമാണ് ആദിത്യദശയിൽ രാഹുവിൻ്റെ അപകാരകാലം. ഇക്കാലയളവിൽ ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ, ബന്ധുജനങ്ങളുടെ അപ്രീതി, മനോവേദന, സ്ഥാനചലനം, ആയുർദോഷം, മൃത്യുഭീതി എന്നീ ഫലങ്ങളും. ആദിത്യദശയിൽ അടുത്ത അപകാരം വ്യാഴത്തിൻ്റേതാണ്. 9 മാസവും 18 ദിവസവുമാണ് ആദിത്യദശയിൽ വ്യാഴത്തിൻ്റെ അപകാരകാലം. ഈ കാലയളവിൽ നാനാ മേഖലകളിൽ നിന്നും അംഗീകാരവും ബഹുമാനവും, സംതൃപ്തി, സജ്ജന സഹവാസം, ധനലാഭം, സന്താന സൗഖ്യം, സന്താനങ്ങളിൽ ധനലാഭം, ഈശ്വരചിന്ത, ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം എന്നീ ഫലങ്ങളും. ആദിത്യദശയിൽ അടുത്ത അപകാരം ശനിയുടേതാണ്. 11 മാസവും 12 ദിവസവുമാണ് ആദിത്യദശയിൽ ശനിയുടെ അപകാരകാലം. ഈ കാലയളവിൽ കാര്യവിഘ്നങ്ങൾ, അലസത, ഒന്നിലും ഒരു ഉത്സാഹമില്ലായ്മ, മനോവേദന, 4 വശത്തു നിന്നും ശത്രുക്കളുടെ ഉപദ്രവം, സഹപ്രവർത്തകരിൽ നിന്ന് വിരോധം, പലവിധത്തിലുള്ള നിയമപ്രശ്നങ്ങൾ മൂലമുള്ള മാനസിക സംഘർഷം, ഭയം എന്നീ ഫലങ്ങളും.
ആദ്യത്തെ ദശയിൽ അടുത്തതായി വരുന്നത് ബുധാപഹാരമാണ്. 10 മാസവും 6 ദിവസവുമാണ് ബുധാപഹാരകാലം. ഈ കാലയളവിൽ ധനനാശം, ബന്ധുജനങ്ങൾക്ക് രോഗാതി ദുരിതങ്ങൾ, അതുമൂലമുള്ള മനോദുഃഖം, അപഹാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വല്പം ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ആദ്യത്തെ ദശയിൽ അടുത്തതായി വരുന്ന അപഹാരം കേതുവിൻ്റേതാണ്. 4 മാസവും 6 ദിവസവുമാണ് ആദ്യത്തെ ദശയിൽ കേതു അപഹാരം അനുഭവത്തിൽ വരിക. ഇക്കാലയളവിൽ നേത്രരോഗങ്ങൾ, കണ്ഠരോഗങ്ങൾ, അകാരണമായ ഭീതി, മനോദുഃഖം, നിരാശ എന്നീ ഫലങ്ങൾ ഉണ്ടാകും. അടുത്തതായി ആദിത്യ ദശയിൽ വരുന്നത് ശുക്രൻ്റെ അപഹാരമാണ്. 1 വർഷക്കാലമാണ് ആദിത്യ ദശയിൽ ശുക്രൻ്റെ അപഹാരകാലം അനുഭവത്തിൽ വരിക. ഇക്കാലയളവിൽ ധനലാഭം, ജലയാത്ര കൊണ്ട് സാമ്പത്തിക ലാഭം, കഠിനാധ്വാനം, തൊഴിൽ രംഗത്തുയർച്ച, സ്ത്രീകളുമായി സഹവാസം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട തർക്കം എന്നീ ഫലങ്ങളും അനുഭവത്തിൽ വരും. ആദിത്യ ദശയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അപകാരകാലത്തുണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.